നമസ്കാരം. ഇന്ന് അതിവിശേഷപ്പെട്ട പൗർണമിയാണ്. ഇന്നേ ദിവസം വരാഹി ദേവിയുമായി ബന്ധപ്പെട്ടും ഭദ്രകാളി ദേവിയുമായി ബന്ധപ്പെട്ടും നിങ്ങളുടെ ജീവിതത്തിൽ സംഭവിക്കാൻ പോകുന്നതായ ചില കാര്യങ്ങളെക്കുറിച്ച് വിശദമായി തന്നെ ഈ വീഡിയോയിലൂടെ മനസ്സിലാക്കാം. ഇവിടെ തന്നിരിക്കുന്നത് 2 ചിത്രങ്ങളാകുന്നു. അതിൽ ആദ്യത്തേത് വരാഹി ദേവിയുടെ ചിത്രവും രണ്ടാമത്തേത് ഭദ്രകാളി അഥവാ കാളി ദേവിയുടെ ചിത്രവുമാകുന്നു. ഈ 2 ചിത്രങ്ങളിൽ ഒരു ചിത്രം തിരഞ്ഞെടുക്കുക. നിങ്ങളുടെ ജീവിതത്തിൽ സംഭവിക്കാൻ പോകുന്ന ആ സവിശേഷമായ കാര്യങ്ങളെക്കുറിച്ച് വിശദമായി തന്നെ മനസ്സിലാക്കാം. ഏവരും ഇന്നേ ദിവസം നടത്തുന്ന പൗർണമി പൂജയുടെ ഭാഗമാകുവാൻ ശ്രദ്ധിക്കുക. പേരും ജന്മനക്ഷത്രവും കമന്റ് ബോക്സിൽ രേഖപ്പെടുത്തുവാൻ ശ്രമിക്കുക. ഏവരും അമ്മയുടെ വിശേഷാൽ നാമങ്ങൾ കമന്റ് ബോക്സിൽ രേഖപ്പെടുത്തുവാൻ ശ്രമിക്കുക. ഇനി ഫലങ്ങളെക്കുറിച്ച് പരാമർശിക്കാം. ആദ്യത്തെ ചിത്രമായ വരാഹി ദേവിയുടെ ചിത്രമാണ് നിങ്ങൾ തിരഞ്ഞെടുത്തത് എങ്കിൽ ഫലം ഇപ്രകാരമാകുന്നു. ഒരുപാട് കഷ്ടപ്പാടുകൾ ജീവിതത്തിൽ അനുഭവിച്ചിട്ടുള്ള വ്യക്തികളാണ് നിങ്ങൾ. എന്നാൽ ഇപ്പോൾ ആ കഷ്ടപ്പാടുകളുടെ ഫലങ്ങൾ കണ്ടു തുടങ്ങുന്നതായ സമയം വന്നു ചേരാൻ പോകുന്നു എന്ന കാര്യം ഓർക്കുക. നിങ്ങൾ എപ്രകാരം കഷ്ടപ്പെട്ടുവോ, എന്ത് കാര്യത്തിനായി കഷ്ടപ്പെട്ടുവോ, ആ കാര്യത്തിന് പൂർണ്ണമായ ഫലം നിങ്ങളുടെ ജീവിതത്തിലേക്ക് കടന്നു വരുന്ന ദിവസങ്ങൾ തന്നെയാണ് ഇത്. തീർച്ചയായും അതിനാൽ ഈ സമയം അത്തരം കാര്യങ്ങളുമായി ബന്ധപ്പെട്ട ചില ചിന്തകൾ, നെഗറ്റീവായ ചിന്തകൾ ഒഴിവാക്കേണ്ടതും അനിവാര്യം തന്നെയാകുന്നു. പൂർണ്ണ വിശ്വാസത്തോടെ തന്നെ മുന്നോട്ട് പോവുക. പല കാര്യങ്ങളും നിങ്ങൾക്ക് അനുകൂലമായി ഭവിക്കാനുള്ള സാധ്യതകൾ കൂടുതൽ തന്നെയാകുന്നു. എന്നാൽ തീർച്ചയായും നിങ്ങൾക്ക് ഈ സമയം വരാഹി ദേവിയുടെ കടാക്ഷം കൂടി ഉള്ളതിനാൽ അനുകൂലമായ കാര്യങ്ങൾ തടസ്സങ്ങൾ കൂടാതെ വന്നു ചേർന്നു എന്ന് വരാം. കൂടാതെ നിങ്ങളുടെ നാശം ആഗ്രഹിക്കുന്നതായ നിരവധി വ്യക്തികൾ ഇപ്പോഴും നിങ്ങൾക്കൊപ്പമുണ്ട് എന്നതാണ് വാസ്തവം. അവരിൽ ചിലരെയെങ്കിലും നിങ്ങൾക്ക് തിരിച്ചറിയുവാൻ സാധിക്കുന്നതായ സ്ഥിതിവിശേഷം വന്നു ചേരും എന്ന കാര്യവും ഓർക്കുക. മറ്റുള്ളവരുടെ മനസ്സിലാക്കുവാൻ സാധിക്കുന്നതായ ചില സന്ദർഭങ്ങൾ നിങ്ങൾക്ക് വന്നു ചേർന്നു എന്ന് വരാം. ഇത് വരാഹി ദേവിയായി നിങ്ങൾക്ക് നൽകുന്നതായ ഒരു വരം തന്നെയാണ്. മറ്റുള്ളവരെ തിരിച്ചറിഞ്ഞ് അതിനനുസരിച്ച് നിങ്ങൾ പ്രവർത്തിക്കേണ്ടത് അനിവാര്യം തന്നെയാകുന്നു. അത്തരത്തിൽ ഒരു സാഹചര്യം നിങ്ങളുടെ ജീവിതത്തിലേക്ക് കടന്ന് വരിക തന്നെ ചെയ്യും. ഒരുപാട് ത്യാഗങ്ങൾ നിങ്ങൾ അനുഭവിച്ചിട്ടുള്ളവരാകുന്നു. അത് നിങ്ങൾക്ക് വേണ്ടിയും നിങ്ങൾക്ക് വേണ്ടപ്പെട്ടവർക്ക് വേണ്ടിയും അത്തരത്തിൽ ത്യാഗങ്ങൾ സഹിച്ച് മുന്നോട്ട് പോകുന്നവരാണ് നിങ്ങൾ. എന്നാൽ പലപ്പോഴും മറ്റുള്ളവർക്ക് ത്യാഗങ്ങൾ ചെയ്തിട്ടുണ്ട് എങ്കിൽ പോലും അത് അവർ ഓർക്കണം എന്നില്ല. പലപ്പോഴും അവർ നിങ്ങളെ വിസ്മരിക്കുകയും നിങ്ങൾക്ക് വേണ്ടി ഒന്നും തിരിച്ചു നൽകുവാൻ അവർ ശ്രമിക്കുന്നില്ല എന്നതാണ് വാസ്തവം. അത് പല അവസരങ്ങളിലും നിങ്ങൾക്ക് വിഷമം നൽകുന്നതായ കാര്യം തന്നെയാകുന്നു. നിങ്ങൾ കടന്നു വന്ന വഴികളെക്കുറിച്ച് ഇപ്പോൾ ആലോചിക്കുമ്പോഴും നിങ്ങൾക്ക് പലപ്പോഴും ഭയമോ അത്ഭുതമോ തോന്നാം. എപ്രകാരം ആ പ്രശ്നങ്ങൾ തരണം ചെയ്തു എന്ന ചിന്ത ഇപ്പോഴും നിങ്ങളുടെ മനസ്സിലുണ്ട് എന്നതാണ് വാസ്തവം. എന്നാൽ മനസ്സിലാക്കേണ്ടതായ പ്രധാനപ്പെട്ട കാര്യം, വരാഹി ദേവിയുടെ കടാക്ഷം നിങ്ങളിൽ ഉള്ളതിനാൽ തന്നെ ഏതൊരു കാര്യത്തെയും ചെറു പുഞ്ചിരിയോടെ നേരിടുവാൻ, ധൈര്യത്തോടെ ആത്മവിശ്വാസത്തോടെ മുന്നോട്ട് പോകുവാൻ നിങ്ങൾക്ക് സാധിക്കുന്നതായ അവസരങ്ങൾ കടന്നു വരും. ഏതൊരു കാര്യത്തിലും നിങ്ങൾക്ക് ഉയർച്ച പ്രതീക്ഷിക്കാവുന്നതായ സമയം കൂടിയാണ് ഇത്. ഏത് കാര്യത്തിൽ ഉയർച്ച അനുകൂലമാക്കുവാൻ സാധിക്കും തുടങ്ങിയ ചിന്തകൾ മനസ്സിലേക്ക് വരികയും അതിനനുസരിച്ച് പ്രവർത്തിച്ച് നേട്ടങ്ങൾ കൊയ്യുവാൻ നിങ്ങൾക്ക് സാധിക്കും. ധൈര്യത്തോടെ തന്നെ നിങ്ങൾക്ക് മുന്നോട്ട് പോകുവാൻ സാധിക്കും. അതിനാൽ പ്രധാനമായും ശ്രദ്ധിക്കേണ്ടത് മനസ്സിൽ വന്ന് ചേർന്നിരിക്കുന്നതായ നെഗറ്റീവായ ചിന്തകളെ പൂർണ്ണമായും ഒഴിവാക്കി മുന്നോട്ട് പോകണം എന്ന് തന്നെയാകുന്നു. ഏത് കാര്യം വിചാരിച്ചിട്ടുണ്ട് എങ്കിലും ആ കാര്യങ്ങൾ ജീവിതത്തിൽ നടത്തുവാൻ വളരെയധികം ശ്രമങ്ങൾ നടത്തുകയും അതിൽ ചില അവസരങ്ങളിൽ പരാജയങ്ങൾ വന്ന് ഭവിച്ചിട്ടുള്ളവരുമാണ് നിങ്ങൾ. എന്നാൽ ഇപ്പോൾ അത്തരം ചില കാര്യങ്ങളുമായി ബന്ധപ്പെട്ട് ശ്രമങ്ങൾ നടത്തുകയാണ് എങ്കിൽ ചില കാര്യങ്ങളെങ്കിലും നടക്കുവാനുള്ള സാധ്യതകൾ വളരെ കൂടുതലാകുന്നു. വളരെയധികം ബുദ്ധിമുട്ടിയതിന്റെ ഫലം ലഭിക്കാൻ പോകുന്നവർ തന്നെയാണ് നിങ്ങൾ. എത്ര കഠിനാധ്വാനം ചെയ്യുവാനും നിങ്ങൾക്ക് താല്പര്യപ്പെടുന്നവരാകുന്നു, അതിന് തയ്യാറായിട്ടുള്ളവരാണ് എന്ന് പറയാം. ഏത് കാര്യത്തിലും മുന്നിൽ നിന്ന് നയിക്കുവാൻ നിങ്ങൾക്ക് സാധിക്കും. ആ കഴിവും നിങ്ങൾ പ്രത്യേകമായി ഓർത്തിരിക്കേണ്ടതാകുന്നു.
കുടുംബത്തിലായിരുന്നാലും എപ്പോഴും ഒരു ആധിപത്യ സ്വഭാവം പുലർത്തുവാൻ നിങ്ങൾക്ക് സാധിക്കും. അത് എപ്പോഴും ശുഭകരമായി ഭവിക്കില്ല എന്ന കാര്യവും ഓർക്കുക. അസാധാരണമായ ആത്മവിശ്വാസം ദേവി നിങ്ങൾക്ക് നൽകി അനുഗ്രഹിക്കുന്നതാകുന്നു. രോഗദുരിതങ്ങളിൽ നിന്നും ഒരു പരിധിവരെ മോചനം നിങ്ങൾക്ക് ലഭിക്കും, അല്ലെങ്കിൽ ആശ്വാസം ലഭിക്കുന്നതായ അവസരങ്ങൾ കടന്നുവരും എന്ന കാര്യവും ഓർക്കുക. മുൻകൂട്ടി ചിന്തിച്ച് വ്യക്തമായ പ്ലാനിങ്ങോടുകൂടി മുന്നോട്ട് പോകുന്നതാണ് ഏറ്റവും ശുഭകരം എന്ന കാര്യവും ഓർക്കുക. പ്രധാനമായും നിങ്ങൾ ശ്രദ്ധിക്കേണ്ടത് ഏതൊരു കാര്യവും നിങ്ങൾക്ക് സാധിക്കും എന്ന ചിന്ത മനസ്സിലേക്ക് കൊണ്ടുവരിക. തീർച്ചയായും ദേവി കടാക്ഷത്താൽ കൂടി ആ കാര്യങ്ങൾ നിങ്ങൾക്ക് അനുകൂലമായി ഭവിക്കും. രണ്ടാമത്തെ ചിത്രമായ കാളിദേവി അഥവാ ഭദ്രകാളി ദേവിയുടെ ചിത്രമാണ് തിരഞ്ഞെടുത്തത് എങ്കിൽ ഫലം ഇപ്രകാരമാകുന്നു. നിങ്ങൾ വിചാരിച്ച കാര്യങ്ങൾ പലപ്പോഴും ജീവിതത്തിൽ നഷ്ടപ്പെട്ട് പോയിട്ടുള്ളവരാണ് നിങ്ങൾ. അത് നിങ്ങൾക്ക് നേടിയെടുക്കുവാൻ, അതായത് പല കാര്യങ്ങളും നിങ്ങൾ ആഗ്രഹിച്ചതുപോലെ നേടിയെടുക്കുവാൻ സാധിച്ചിട്ടില്ല എന്നതാണ് വാസ്തവം. കുടുംബത്തിൽ അല്പമെങ്കിലും അസ്വാരസ്യം നിലനിൽക്കുന്നതായ ഒരു സമയം കൂടിയാണ് ഇത്. അത് പല വ്യക്തികളുമായി ബന്ധപ്പെട്ടും ഇത്തരത്തിൽ ഒരു പ്രശ്നം നിങ്ങൾക്കുണ്ട് എന്നതും വാസ്തവമാണ്. എത്ര തന്നെ നിങ്ങൾ ശ്രമിച്ചാലും കുടുംബത്തിലേക്ക് സമാധാനം, സന്തോഷം എന്നിവ കടന്ന് വരാത്തതായ ഒരു സമയം എന്ന പ്രശ്നം നിങ്ങൾ അനുഭവിക്കുന്നവരാകുന്നു. അതിൽ മാറ്റം വരും എന്ന ചിന്ത പോലും നിങ്ങൾക്ക് നഷ്ടമായിരിക്കുന്നു എന്നതാണ് വാസ്തവം. അത് പല കാര്യങ്ങളുമായി ബന്ധപ്പെട്ടാകാം. എന്നാൽ അതിൽ ചില മാറ്റങ്ങൾ വന്നു ചേരും. ഭദ്രകാളി ദേവിയുടെ കടാക്ഷം നിങ്ങളിലേക്ക് വന്ന് ഭവിക്കുന്നതിനാൽ തീർച്ചയായും ഇത്തരത്തിലുള്ള നെഗറ്റീവായ കാര്യങ്ങൾ നിങ്ങളുടെ ജീവിതത്തിൽ നിന്നും ഒരു പരിധി വരെ ഒഴിവാക്കുവാൻ സാധിക്കും. എന്നാൽ നിങ്ങൾ എപ്പോഴും പോസിറ്റീവായി ഇരിക്കേണ്ടത് അനിവാര്യമാണ്. എന്നിരുന്നാൽ മാത്രമാണ് ഈ നെഗറ്റീവായ ശക്തികളെ ശരിയായ രീതിയിൽ തരണം ചെയ്യുവാൻ സാധിക്കൂ. സമ്പത്തും സമാധാനവും നിങ്ങളുടെ ജീവിതത്തിലേക്ക് വന്ന് ചേരുന്നതായ അവസരങ്ങൾ വന്നു ചേരും. അത്തരത്തിൽ പ്രവർത്തിച്ച് അല്ലെങ്കിൽ അത്തരത്തിൽ പെരുമാറി മുന്നോട്ട് പോകുവാൻ നിങ്ങൾക്ക് സാധിക്കും. ഏതെല്ലാം പ്രശ്നങ്ങളിൽ തർക്കങ്ങളുണ്ടോ ആ തർക്കങ്ങൾ പരിഹരിച്ച് നിങ്ങൾക്ക് മുന്നോട്ട് പോകുവാൻ സാധിക്കും. മനസമാധാനം ജീവിതത്തിലേക്ക് കടന്നു വരുന്നു എന്ന പ്രത്യേകതയുമുണ്ട്. ത്യാഗങ്ങൾ ഏറെ അനുഭവിച്ചിട്ടുണ്ട് എന്നത് നിങ്ങൾക്ക് സംഭവിച്ചിട്ടുള്ള കാര്യങ്ങളാകുന്നു. അതുമായി ബന്ധപ്പെട്ട് പല നഷ്ടങ്ങളും നിങ്ങൾക്കുണ്ടായിട്ടുണ്ട്. എന്നാൽ മറ്റുള്ളവരുടെ മനസ്സിൽ അത്തരം ത്യാഗങ്ങൾ ഇല്ല എന്നതാണ് വാസ്തവം. അതായത് നിങ്ങൾ സഹിച്ചതായ ആ ത്യാഗങ്ങൾ അവർ മറന്നിരിക്കുന്നു എന്നതാണ് വാസ്തവം. എന്നാൽ നിങ്ങൾ പ്രധാനമായും ശ്രദ്ധിക്കേണ്ടത് നിങ്ങളുടെ ജീവിതത്തിൽ നഷ്ടപ്പെട്ടതായ ചില കാര്യങ്ങളുണ്ട്. അതിൽ ചിലതെങ്കിലും തിരികെ പിടിക്കുവാനുള്ള സാഹചര്യങ്ങൾ നിങ്ങളുടെ ജീവിതത്തിലേക്ക് വന്നു ചേരും. ആരുമായും യോജിച്ച് പോകുവാൻ സാധിക്കുന്നതായ അവസരങ്ങൾ നിങ്ങളുടെ ജീവിതത്തിലേക്ക് വന്നു ചേരും. എന്നാൽ എന്ത് കാര്യവും നിങ്ങൾ ആലോചിച്ചതിന് ശേഷം മാത്രമേ ചെയ്യുവാൻ പാടൂ എന്ന കാര്യം പ്രത്യേകം ഓർത്തിരിക്കേണ്ടതാകുന്നു. അതല്ല മറ്റുള്ളവരുടെ പ്രേരണയാൽ നിങ്ങൾ കാര്യങ്ങൾ ചെയ്യുകയാണ് എങ്കിൽ അത് നിങ്ങൾക്ക് ദോഷമേ നൽകൂ എന്ന കാര്യവും ഓർക്കുക. ആഡംബരം പൊതുവെ അത്രമേൽ ഇഷ്ടപ്പെടാത്തവരാകാം നിങ്ങൾ. എന്നാൽ ആഡംബരപരമായ ചില കാര്യങ്ങൾ നിങ്ങളുടെ ജീവിതത്തിലേക്ക് കടന്നു വന്നു എന്ന് വരാം. പ്രശംസ നിങ്ങളുടെ ജീവിതത്തിലേക്ക് പല കാര്യങ്ങളുമായി ബന്ധപ്പെട്ട് വന്നു ചേരാം. ഏത് പ്രശ്നങ്ങൾക്കും തീർപ്പാക്കുവാൻ സാധിക്കുന്നതായ സാഹചര്യങ്ങൾ, അവസരങ്ങൾ നിങ്ങളുടെ ജീവിതത്തിലേക്ക് കടന്നു വരാം. അതായത് നിങ്ങളുടെ ജീവിതത്തിൽ നേരിടുന്നതായ പല പ്രശ്നങ്ങൾക്കും പരിഹാരം കണ്ടെത്തുവാൻ നിങ്ങൾക്ക് സാധിക്കും. മറ്റുള്ളവരെ പോലും നിങ്ങളിലേക്ക് ആകർഷിക്കുവാൻ സഹായകരമായ പല കാര്യങ്ങളും ചെയ്യുവാനും പ്രവർത്തിക്കുവാനും നിങ്ങൾക്ക് സാധിക്കും. അതിനാൽ തീർച്ചയായും നിങ്ങൾക്ക് അനുകൂലമായ കാര്യങ്ങൾ ജീവിതത്തിൽ സംഭവിക്കാനുള്ള സാധ്യത ദേവി കടാക്ഷത്താൽ, കാളി കടാക്ഷത്താൽ വന്ന് ഭവിച്ചിരിക്കുകയാണ് എന്ന് പറയാം. എന്നാൽ സഹായം ആവശ്യമായ പല സന്ദർഭങ്ങളിലും നിങ്ങൾക്ക് അത് ലഭിക്കാത്തതായ അവസ്ഥ ജീവിതത്തിൽ പല അവസരങ്ങളിലും ഉണ്ടായിട്ടുണ്ട്. നിങ്ങൾ സഹായിച്ചതായ വ്യക്തികളിൽ നിന്ന് പോലും തിരികെ സഹായം ലഭിക്കാത്തതായ അവസ്ഥ നിങ്ങൾ നേരിട്ടിട്ടുള്ളതാകുന്നു. അതിനാൽ അത്തരത്തിലുള്ള ചില വ്യക്തികളെ കൂടി മനസ്സിലാക്കുവാൻ സാധിക്കുന്നതായ അവസരങ്ങളും ദേവിയായി നിങ്ങൾക്ക് നൽകും. അതിനാൽ ഏതൊരു വ്യക്തിയുടെയും സ്വഭാവം കണ്ടറിഞ്ഞ് പെരുമാറുവാൻ നിങ്ങൾ ശ്രമിക്കേണ്ടതാകുന്നു.
പല ദുഃഖങ്ങളും പുറമേ കാണിക്കാത്തവരും മനസ്സിൽ ഒളിപ്പിക്കുന്നവരുമാണ് നിങ്ങൾ. അതിൽ നിന്നും ചില മാറ്റങ്ങൾ ജീവിതത്തിലേക്ക് വന്നു ചേരാം. ഇനി ജീവിതത്തിൽ വന്നു ചേർന്നിരിക്കുന്നതായ ആ ദുരിതങ്ങളെ ഒഴിവാക്കുവാൻ സഹായകരമായ ചില കാര്യങ്ങൾ കൂടി ജീവിതത്തിലേക്ക് വന്നു ചേരും. അത് നിങ്ങൾക്ക് ശുഭകരമായി ഭവിക്കും. ഇപ്പോൾ നിങ്ങൾ അനുഭവിക്കുന്നതായ പ്രശ്നങ്ങൾ താൽക്കാലികമാണ് എന്ന് മനസ്സിലാക്കി മുന്നോട്ട് പോവുക. ഈ സമയം ദേവിയെ ആരാധിച്ച് തന്നെ മുന്നോട്ട് പോകേണ്ടതാകുന്നു.